ഹലോ വ്യൂവേഴ്സ്, നമുക്കിന്നിവിടെ കുഴക്കട്ട എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് വെച്ചാൽ കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട്, 1 കപ്പുണ്ട്. പിന്നെ ശർക്കര വേണം, ജീരകപ്പൊടി വേണം, പിന്നെ ഏലക്കായുടെ പൊടി കുറച്ച് വേണം, നാളികേരം, ഉപ്പ്, വെള്ളം, ഇതെല്ലാമാണ് വേണ്ട സാധനങ്ങൾ. നമുക്കിനി ഈ അരിപ്പൊടി നമുക്ക് ഈ ഇടിയപ്പത്തിനൊക്കെ ഉണ്ടാക്കുന്ന മാതിരത്തെ പൊടിയാണ്. ഇതൊന്ന് ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. അതിനിത്തിരി വെള്ളം തിളപ്പിക്കട്ടെ. അപ്പോൾ വെള്ളം തിളച്ച് കഴിഞ്ഞു. അതിലേക്ക് നമുക്ക് ഈ പൊടിയിലേക്ക് ഈ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഉപ്പ് ഇട്ട് കൊടുക്കാം. കുറച്ച് നെയ്യും കൂടി കൂട്ടണം, അത് ഞാൻ പറയാൻ മറന്നുപോയി. ഇടിയപ്പത്തിൻ്റെ പാകമാണ് ഈ മാവ് കുഴക്കുന്നതിന്. ഇത് ഒന്നിനി തണുക്കട്ടെ. നമുക്കിതിലേക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. ശർക്കര ഉരുക്കിയെടുത്തിട്ടില്ലെങ്കിൽ അതിൽ കല്ലുണ്ടാകും, അതിനാൽ അതൊന്ന് ഉരുക്കിയെടുക്കാം. നമുക്ക് ശർക്കര പാവ് കാച്ചി, ഇതിൽ കല്ലൊക്കെ ഉണ്ടാകും, അതിനാലാണ് പാവ് കാച്ചിടുന്നത്. ഞാൻ ഈ ഉരുക്കിയെടുത്ത ശർക്കര നമുക്കൊന്ന് അരിച്ചെടുക്കാം. പാവ് കാച്ചി നമുക്കൊന്ന് അരിച്ചെടുക്കാം. ശർക്കര പാവ് അരിച്ചെടുത്താണ്. അതിലേക്ക് നമുക്ക് ഈ നാളികേരം മിക്സ് ചെയ്യാം. പിന്നെ അതിലേക്ക് ഈ ഏലക്കായുടെ പൊടിയും ജീരകപ്പൊടിയും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി പൊടി കുഴച്ച് റെഡിയായി കഴിഞ്ഞു. നല്ലപോലെ റെഡിയായി കഴിഞ്ഞു, നല്ല മയമായി. ഇനി നമുക്കിത് ഓരോന്നെടുത്തിട്ട് ഇങ്ങനെ ഉരുള വെക്കാം. എന്നിട്ടിങ്ങനെ ഇങ്ങനെ ഒരു കുമ്പിള് മാതിരിയാവും. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഈ ശർക്കര പാവ് കാച്ചിയത് ഇടാം. ശർക്കരയും നാളികേരവും ജീരകപ്പൊടി ഏലക്കായുടെ പൊടിയും കൂടി കൂട്ടിയതാണിത്. എന്നിട്ട് അത് നമുക്കിങ്ങനെ മടക്കിയെടുക്കാം. അങ്ങനെ ഇനി നമുക്ക് അപ്പച്ചെമ്പിലോ അല്ലെങ്കിൽ കുക്കറിൻ്റെ ഇഡ്ഡലി തട്ടിലോ ഏതെല്ലാം വെച്ചിട്ട് നമുക്കിത് ആവി കയറ്റിയിട്ട് വേവിച്ചെടുക്കാം. ഇങ്ങനെ പിടിക്കാതിരിക്കാനായി നമ്മൾ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ അങ്ങനെ പുരട്ടി കൊടുത്താൽ മതി. അപ്പം നമ്മുടെ കയ്യിൽ മാവ് പിടിക്കില്ല. കണ്ടില്ലേ, പിടിക്കില്ല. ഞങ്ങൾക്ക് ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിൽ ഇത് വെച്ചിട്ട് ഇങ്ങനെ വേവിച്ചെടുക്കാം. നമുക്കിത് അടച്ച് വയ്ക്കാം. എന്നിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് നോക്കാം. കുഴക്കട്ട റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.